സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കാറുണ്ട്. എന്നാൽ മാതാപിതാക്കളുടെ മുഖത്തേക്ക് എങ്ങനെ സ്നേഹത്തോടെ നോക്കണമെന്നോ ജീവിതത്തിൽ എങ്ങനെ നല്ലൊരു മനുഷ്യനാകണമെന്നോ അവിടെയൊന്നും പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിച്ചു തരുന്നത് മദ്രസയിലെ ഉസ്താദുമാരാണ്. എന്നാൽ ഇന്ന് പഠിക്കാത്തതിന് ചെറിയ രീതിയിൽ തല്ലിയതുകൊണ്ടോ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് ഉസ്താദുമാരെ കയ്യേറ്റം ചെയ്യാൻ ഇറങ്ങുന്ന ചില രക്ഷിതാക്കളുണ്ട്. ഇത്തരക്കാർ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഇവർക്ക് ആരും പറഞ്ഞു നൽകിയില്ല എന്നതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നിന്ന് പുറത്തു വന്ന ഒരു വീഡിയോ, അത് കണ്ടവരുടെയെല്ലാം ഇടനെഞ്ച് തന്നെ തകർത്ത് കളഞ്ഞു. ഒരു ഉസ്താദ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടിയുടെ രക്ഷിതാവ് അദ്ദേഹത്തെ മർദ്ദിക്കുന്ന വീഡിയോയാണ് നമ്മളെല്ലാവരും കണ്ടത്. വിവാഹം പോലും കഴിക്കാത്ത സാധുവായ ഒരു ഉസ്താദിനെയാണ് ഇയാൾ ക്രൂരമായി മർദ്ദിച്ചത്. കുട്ടികൾക്ക് നന്മയും അച്ചടക്കവും പഠിപ്പിക്കുന്ന അവരുടെ ആത്മീയ ഗുരുവായ ഉസ്താദിനെ തല്ലാൻ വരുന്നവർ ഏത് കാലത്താണ് ഗുണം പിടിക്കുക? അവരുടെ ഒടുക്കം എങ്ങനെയായിരിക്കും? ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യുന്ന ആളുകളെ സമൂഹം ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കള്ള കേസുകളിൽ കുടുക്കി ഇത്തരം പാവപ്പെട്ട ഉസ്താദുമാരുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ ഇവർ മടിക്കില്ല. ഒരു പഴയ കാലമുണ്ടായിരുന്നു നമുക്ക്. അന്ന് മദ്രസയിൽ നിന്ന് ഉസ്താദ് തല്ലി എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഉപ്പമാർ ചോദിക്കുമായിരുന്നു, നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഉസ്താദ് തല്ലിയത്? അന്ന് അത്രമാത്രം ബഹുമാനവും ആദരവും ഉസ്താദുമാർക്ക് ഉണ്ടായിരുന്നു. ആ അച്ചടക്കമാണ് പലരെയും നല്ല നിലയിൽ എത്തിച്ചത്. എന്നാൽ ഇന്ന് കുട്ടികളെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ചെറുതായി ഒന്ന് ശാസിച്ചാൽ പോലും മാതാപിതാക്കൾ ഉസ്താദിനെ തല്ലാൻ ഓടിയെത്തുന്നു. ഇത് കുട്ടിയുടെ ഭാവിയെ തന്നെയാണ് ദോഷകരമായി ബാധിക്കുന്നത്. ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കാണുമ്പോൾ ഉസ്താദുമാരും പാവത്താന്മാരായി തല്ലുകൊള്ളാൻ നിൽക്കരുത്. അന്യായമായി ഒരാൾ നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. മദ്രസകളിൽ നിന്നും പള്ളികളിൽ നിന്നും ഇത്തരം പാവപ്പെട്ട ഉസ്താദുമാർക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോൾ ആ മഹല്ലിലെ ആളുകൾ ഉണർന്ന് പ്രവർത്തിക്കണം. അക്രമികൾക്കെതിരെ ശക്തമായി നിലകൊള്ളണം. ഗുരുക്കന്മാരെ ആദരിക്കാത്ത ഒരു തലമുറയ്ക്കും നല്ലൊരു ഭാവി ഉണ്ടാകില്ല. ഉസ്താദുമാരെ സംരക്ഷിക്കേണ്ടതും അവർക്ക് അർഹമായ ബഹുമാനം നൽകേണ്ടതും നമ്മുടെ കടമയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരർത്ഥത്തിൽ അദ്ദേഹമൊന്നും പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണ് അത്രയേറെ തല്ല് ആ ഉസ്താദിന് കിട്ടിയത്. അത്രയങ്ങ് താന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വിദ്യാർത്ഥി പഠിപ്പിൽ മോശമാണെങ്കിൽ അതിൻ്റെ കുറ്റവും നിങ്ങൾക്ക് തന്നെ വന്നെത്തും. അല്ലെങ്കിൽ ഈ മാതാപിതാക്കൾ എന്തിനാണ് കുട്ടികളെ സ്കൂളുകളിലേക്കോ മദ്രസയിലേക്കോ പറഞ്ഞയക്കുന്നത്? വെറുതെ നോക്കിയിരിക്കാനോ സമയം കളയാനോ? തങ്ങളുടെ കുട്ടിയുടെ പക്കലുണ്ടായ വീഴ്ചയെ മനസ്സിലാക്കാതെ അവന് ആദരവും അച്ചടക്കവും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് നേരെ കയ്യേറ്റം ചെയ്യുന്നത് എത്ര വലിയ ക്രൂരതയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഉസ്താദുമാർ മിണ്ടാതിരിക്കാൻ പാടില്ല. ഇവർക്കെല്ലാം അർഹമായ ശിക്ഷ തന്നെയാണ് വാങ്ങി നൽകേണ്ടത്. കോപത്തിൻ്റെ പേരിൽ ഒരാളെ ആക്രമിക്കുന്നത് അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ട കാര്യമാണ്. അന്യായം ചെയ്യുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് ഖുർആനും ഹദീസുകളും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇതുമൂലം ഉസ്താദിൻ്റെ നേരെ കൈപൊക്കിയ ആ മനുഷ്യന് അള്ളാഹുവിൻ്റെ ശിക്ഷ എങ്ങനെ വരാതിരിക്കും?